നമസ്കാരം. മലയാളികളുടെ എന്നത്തെയും ജനപ്രിയ നായകനാണ് ദിലീപ്. താരരാജാക്കന്മാർ അരങ്ങുവാണിരുന്ന സമയത്ത് തന്റേതായ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ചേക്കേറാൻ ദിലീപിന് സാധിച്ചു. ഗോപാലകൃഷ്ണനായി മിമിക്രി ലോകത്തൂടെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയുടെ തന്നെ ജനപ്രിയ നായകനായി ആരാധകരുടെ സ്വന്തം ദിലീപായി വളർന്ന് ഒരു വലിയ കഥയാണത്. ശരിക്കും പറഞ്ഞാൽ ദിലീപിൽ നിന്ന് ജനപ്രിയ നായകനിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വലിയൊരു ദൂരമായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട്. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത്. ഒരു സാധാരണ മിമിക്രി കലാകാരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപ് അധിക കാലതാമസം ഒന്നും വേണ്ടി വന്നിരുന്നില്ല. സൂപ്പർ താരചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോൾ പോലും പ്രേക്ഷകരെ, പ്രത്യേകിച്ച് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് എന്നും വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്. ഈ പുഴയും കടന്ന്, സല്ലാപം എന്നീ സിനിമകളാണ് ഒരു നായകൻ എന്ന നിലയിൽ ദിലീപിന് കരിയർ ബ്രേക്ക് നൽകിയത്. പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലൂടെ ഹരിശ്രീ അശോകൻ ദിലീപ് കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി. ഈ പറക്കം തളിക, കുബേരൻ, CID മൂസ, മീശമാധവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദിലീപ് തന്റെ കരിയർ കൂടുതൽ തിളക്കമുള്ളതാക്കി. കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുള്ള സിനിമകൾ ദിലീപിനെ കൂടുതൽ ജനകീയനാക്കി. കരിയറിലെ വെല്ലുവിളികളുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്നതായിരുന്നു ദിലീപിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ചാന്തുമുട്ടിലെ രാധയായും കുഞ്ഞിക്കൂനലിലെ കുഞ്ഞനായും മായാമോഹിനിയിൽ മായാമോഹിനിയായും ദിലീപ് തന്നെ സ്വയം പരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ ദിലീപിനെ തന്നെ തച്ചുടയ്ക്കുന്ന, അല്ലെങ്കിൽ ദിലീപിന്റെ കുടുംബത്തെ തന്നെ വേരോടെ പിഴുതെറിയുന്ന ഒരു സംഭവമാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലൂടെ സംഭവിച്ചത്. ഈ കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ദിലീപ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു കാലഘട്ടം, 2017 മുതലുള്ള ആ കാലഘട്ടം പറയാതിരിക്കാൻ വയ്യ. ഓരോ സമയവും അത് വലിയ രീതിയിൽ ചർച്ചയാകാറ് തന്നെയുണ്ട്. അമ്മ സംഘടനയിൽ താരത്തിനുണ്ടായിരുന്ന ആ ഒരു സ്ഥാനം ചെറുതൊന്നുമല്ല. അമ്മ സംഘടനയിൽ വലിയൊരു സ്ഥാനത്ത് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ദിലീപ്. പക്ഷേ അമ്മ സംഘടനയിൽ മാത്രമല്ല, മലയാള സിനിമ തന്നെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തുകയായിരുന്നു ആ സമയത്ത് ദിലീപ്. പക്ഷേ ഈ നടി ആക്രമിച്ച കേസ് വന്നതിന് പിന്നാലെ അമ്മയിൽ നിന്ന് തന്നെ ദിലീപിനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു നോട്ടീസോ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത്രയും വലിയൊരു സംഘർഷം ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടൻ ദേവൻ. പുറത്താക്കപ്പെട്ടെങ്കിലും താരസംഘടനയായ അമ്മയുമായി വൈകാരികമായ ബന്ധമുള്ള വ്യക്തിയാണ് ദിലീപ് എന്നാണ് ദേവൻ പറയുന്നത്. സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവർക്കൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച താരമാണ് ദിലീപ്. 2020 എന്ന സിനിമ വലിയ വിജയമായപ്പോൾ കരാറിനും പുറത്ത് 25 ലക്ഷം കൂടെ സംഘടനയ്ക്കായി അദ്ദേഹം നൽകി. അങ്ങനെ മറ്റാരെങ്കിലും ചെയ്യുമോ എന്നും ദേവൻ ചോദിക്കുന്നുണ്ട്. ദിലീപിനെ അത്ര നിസാരനായിട്ടൊന്നും കാണരുത്. അദ്ദേഹത്തിന്റെ നന്മകൾ കാണാതിരിക്കുകയും ചെയ്യരുത്. പലതും അന്തർനാടകങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് മഹാഭൂരിപക്ഷം അംഗങ്ങളുടെയും താല്പര്യം. അതിന്റെ പ്രധാന കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതാണ്. നിരവധി ആളുകളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. കേസിൽ അകപ്പെട്ട് ജയിലിൽ പോയ സമയത്ത് പോലും അദ്ദേഹം ചെയ്യുന്ന സഹായം അതുപോലെ തുടർന്നിരുന്നു. എല്ലാ മാസവും ഓരോ വീടുകളിലേക്ക് അദ്ദേഹത്തിന്റെ പണം എത്തും. കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദിലീപ്. അദ്ദേഹം കുറ്റം ചെയ്തെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇത്തരം നന്മയുള്ള ഒരാളെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചു. ഞാനും കൂടെ അടങ്ങിയ ഒരു സമൂഹമാണ് ദിലീപിനെ വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും കുറ്റവാളിയാക്കിയതും. ഇത്തരം ഒരു സാഹചര്യത്തിൽ ദിലീപ് എങ്ങനെയാണ് സംഘടനയിലേക്ക് തിരിച്ചു വരിക? അയാൾ വരുമെന്ന് തോന്നുന്നില്ല. ആ വിഷയത്തിൽ അടക്കം ദിലീപിനോടൊപ്പമാണുള്ളത്. ഇനി പോയി വിളിച്ചാലും വരില്ല. അത്രയധികം ദ്രോഹം ദിലീപ് എന്ന മനുഷ്യനോട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ബാബുരാജിന്റെ പേരിൽ ചില കേസുകളുണ്ട്. അത് ഇപ്പോൾ കോടതിയിലാണ്. ആരോപണ വിധേയരായ ആളുകൾ സ്വമേധയാ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് അവർ മാറി നിൽക്കണം. അന്വേഷണം പൂർത്തിയായി ക്ലീൻ ചീറ്റ് കിട്ടിയതിനു ശേഷം അവർക്ക് വീണ്ടും മത്സരത്തിലേക്കും മറ്റും കടന്നു വരാം. സിദ്ദീഖിന്റെ കാര്യം എടുത്തു നോക്കൂ. ആരോപണം ഉയർന്ന സമയത്ത് തന്നെ അദ്ദേഹം രാജിവെച്ചു. രാജിവെക്കണമെന്ന് സിദ്ദീഖിനോട് ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. ഇടവേള ബാബു, വിജയ് ബാബു തുടങ്ങിയവരൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ബാബുരാജ് അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ചില സമ്മർദ്ദങ്ങളും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വന്നത്. ബാബുരാജ് കുറ്റക്കാരനാണെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. അദ്ദേഹത്തിനെതിരായ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നിന്നും സ്വമേധയാ മാറി നിൽക്കാമായിരുന്നു. ചിലരൊക്കെ സാമ്പത്തിക ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും നമുക്ക് അറിയില്ല. അടുത്ത കമ്മിറ്റി നടത്തുന്ന അന്വേഷണത്തിലൂടെ മാത്രമേ അതൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ബാബുരാജിനെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. തെളിവില്ലാതെ ബാബുരാജിനെയല്ല ആരെയും കുറ്റക്കാരനാക്കാൻ സാധിക്കില്ല. ആരോപണമുള്ള ആളാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. പലരുമായും എനിക്ക് നല്ല വ്യക്തിബന്ധമാണ്. കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ ആരോപണ വിധേയർ കുറ്റക്കാരനല്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് സുഹൃത്ത് ബന്ധമാണ് വലുത്.
സിദ്ദിഖ്, ദിലീപ്, ബാബുരാജ് തുടങ്ങിയവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് എന്ന് വെച്ച് ആരോപണ വിധേയരായതിനു ശേഷം അവരെ കണ്ടാൽ മുഖം തിരിച്ചു പോകുന്ന പരിപാടി എനിക്കില്ല. അവരുമായിട്ട് എന്നും എനിക്ക് നല്ല ബന്ധമുണ്ടാകും. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെടുന്നത് സിദ്ദീഖാണ്. അത് സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലാണ്. സിദ്ദീഖിന് എന്നിലുള്ള വിശ്വാസം കൂടിയാണ് അതെന്നും ദേവൻ പറയുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായതിനെ തുടർന്ന് താരസംഘടനയായ അമ്മയിൽ നിന്നും ദിലീപ് മാറി നിന്നത് അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ടാണെന്നും ദേവൻ പറയുന്നുണ്ട്. ഒരാരോപണം വന്നാൽ അടുത്ത നിമിഷം തന്നെ ആ അംഗത്തെ സംഘടനയിൽ നിന്നും പുറത്താക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണം. ദിലീപിന്റെ വിഷയത്തിൽ സംഘടന അത് നോക്കിയില്ലെന്നും അദ്ദേഹം പറയുന്നു. പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം കാരണമാണ് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു അമ്മയുടെ യോഗം. ഞങ്ങൾ അകത്തിരിക്കുമ്പോൾ പുറത്ത് ദിലീപിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ബഹളമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങളും. മമ്മൂട്ടിയുടെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ കൊണ്ടുപോയി റീത്ത് സമർപ്പിക്കുന്ന സാഹചര്യം വരെയുണ്ടായി. അതായത് അമ്മ സംഘടനയ്ക്ക് റീത്ത് സമർപ്പിക്കുകയാണ്. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയാണ് ചെയ്തത്. ആ സാഹചര്യത്തിൽ അകത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ വലിയ രീതിയിൽ വേദനിച്ചു. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം സമ്മർദ്ദങ്ങളാണ് ആ തീരുമാനത്തിലേക്ക് നയിച്ചത്. പുറത്താക്കുന്നതിന് മുമ്പ് ദിലീപിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ഒരു നോട്ടീസ് നൽകണം. പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം വിശദീകരണം നൽകണമെന്നാണ് സംഘടനയുടെ ബൈലോ പറയുന്നത്. ആ നോട്ടീസിന് മറുപടി നൽകാതിരിക്കുകയോ വിശദീകരണം തൃപ്തികരമല്ലാതിരിക്കുകയോ ചെയ്താൽ സസ്പെൻഡ് ചെയ്യാം. പിന്നീട് കേസും കാര്യങ്ങളെല്ലാം പോകുന്നതിനനുസരിച്ചാണ് അവസാന നടപടിയായി പുറത്താക്കലിലേക്ക് കടക്കുകയെന്നും ദേവൻ പറയുന്നു. സംഘടനയുടെ തീരുമാനത്തിനെതിരെ ദിലീപ് കോടതിയിൽ പോയിരുന്നെങ്കിൽ അത് അമ്മയ്ക്ക് വലിയ പ്രശ്നമാകുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മഹാമനസ്സുകൊണ്ട് കോടതിയിൽ പോയില്ലെന്ന് മാത്രമല്ല, സ്വമേധയാ പിന്മാറി. ഞാൻ കാരണം അമ്മയ്ക്ക് ഒരു ദോഷം വരരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അത് ദിലീപിന്റെ മഹാമനസ്സ് തന്നെയായിരുന്നു. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ വിശ്വാസം ദിലീപിനുണ്ട്. ഞാനടക്കം അംഗമായ ഒരു കമ്മിറ്റിയാണ് ദിലീപിനെ പുറത്താക്കിയത്. നമ്മളൊക്കെ അന്ന് നിസ്സഹായരായിരുന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്. പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും പ്രീതിപ്പെടുത്തിയേ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. എല്ലാവരും അന്ന് സമ്മർദ്ദത്തിലാക്കി സംഘടനയെ കോർണർ ചെയ്തു. ദിലീപിനെ പുറത്താക്കിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മാധ്യമങ്ങളെ കാണും എന്നൊക്കെ പറഞ്ഞ താരങ്ങളുണ്ടായിരുന്നു. അതായത് ദിലീപിനെ ഈ നിമിഷം തന്നെ പുറത്താക്കണമെന്ന് വാദിക്കുന്ന ചിലരെ ഞാൻ അതിനകത്ത് കണ്ടു. മമ്മൂട്ടിക്കും മോഹൻലാലിനും വരെ ഒന്നും മിണ്ടാൻ കഴിയാത്ത തരത്തിലുള്ള ഈ ഒരു സമ്മർദ്ദ തന്ത്രം അവിടെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് നിയമപരം അല്ലാതിരുന്നിട്ടും ദിലീപിനെ പുറത്താക്കിയത്. അമ്മയോട് വൈകാരികമായി ബന്ധമുള്ള വ്യക്തിയാണ് ദിലീപ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തീരുമാനത്തിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാതിരുന്നത്. സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാക്കുന്നതിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒപ്പം നിന്ന വ്യക്തി കൂടിയാണ് ദിലീപെന്നും ദേവൻ പറഞ്ഞു നിർത്തുന്നു.